അതൊരു ഗസലായിട്ട് പാടുന്നൊരു പാട്ടെടുത്ത് നേരെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ അതിനൊരു റീമിക്സ് ഐറ്റത്തിൽ മാറ്റി അടിച്ചങ്ങ് കയറ്റി ഒരു കൊമ്പുമ്പോ പിടിച്ച് നിർത്തി കെട്ടി അതിൻ്റെ അറ്റത്ത് സണ്ണി ലിയോണെ തൂക്കിയിട്ടു. പാവം സിത്ത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിഗംഭീര സിംഗറാണ് സിത്ത്. നല്ല ഷോർട്സ്. ജോമോണ്ടി ജോൺ അതിഗംഭീരമായിട്ട് എൻ്റെ കളറിങ് വെച്ച് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ടു ഗുഡ്, നമുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രണയ നൈരാശ്യം മൂഡ് അതിൽ ശരിക്കും വർക്കായി. ആ വരികളിലും അത് വന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ എന്നൊരു എണീക്കുന്നുണ്ട്. അവിടെ മുണ്ട് ഒരു വലി വലിക്കുന്നുണ്ട്. അവിടെയാണ് പവർ വരുന്നത്. അങ്ങനത്തെ കട്ടിങ്സ്, അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊണ്ട് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ തന്നെ ടിങ് ടിങ് 2 നോട്ട് വെച്ചിട്ട് തന്നെ ആളെ പേടിപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജോൺസൺ മാഷിൻ്റെ ടിങ് 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 ടിങ്. അതിലെന്ത് ബഹളം ഉണ്ടാക്കിയത്. അമ്മിട്ട പൊട്ടി മേപ്പെട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു എന്തുണ്ടാക്കടാവേ എന്തുട്ടത് ഞാൻ തന്നെ എഴുതി. പഠിക്കോ. പെർഫെക്റ്റ്. ഇപ്പൊ പാടിയത് കുടുംബുഞ്ഞോല വിഷം എന്ന് പറഞ്ഞ പടത്തില് ബാസി പാടാൻ പോകുന്ന പാട്ടിന്റെ ട്യൂണാണ് നിങ്ങളിപ്പോ പാടിയത്. അതുപൊളി. ഇന്ന് നിന്റെ മൊയ്തീനിലെ എന്നിലെ എല്ലിലാൻ പടച്ച പെണ്ണെ എന്ന് പറയുന്നത്, അപ്പൊ എൻ്റെ കിതാബിലെ പെണ്ണെ നമ്മളിത് ഏറ്റുപാടി. പക്ഷെ അതിന് തൊട്ട് മുമ്പിൽ ഈ സ്വരങ്ങൾ വരുമ്പോ തന്നെ സാമഗാമ നമുക്കിപ്പോ അത് കേൾക്കാതെ പറ്റില്ല. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലവട്ടം ഇത് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ല. അങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. BGM ചെയ്തത് ഞാൻ BGM മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ എൻ്റെ എല്ലാം പഠിച്ചോണ്ട് ഇത് 2 ഞാൻ ചെയ്തു. പാട്ടുകൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം MJ ചെയ്തതും രമേശ് നാരായണൻ സാർ ചെയ്തതും ഒക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ BGM-ഉം അതിനെ ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട്. വരി എഴുതിയിട്ടുണ്ടോ അതിൽ? മക്ബൂൽ പാടിയ ആൾ തന്നെ എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അതെ. ആ ഫസ്റ്റില്ലേ, ആ ഫസ്റ്റ് സാധനം എങ്ങനെയാണ് അങ്ങനെ പരുവപ്പെട്ട് വന്നത്? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ആ പടത്തിൽ എനിക്ക് തോന്നിയതാണെന്നറിയില്ല, ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ. ഒബ്വിയസ്ലി എല്ലാ സിനിമകൾക്കും നല്ലൊരു പ്രതീക്ഷ, ഇത് വർക്കാവില്ല ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഒരു എൻവയറമെന്റ് എനിക്ക് കിട്ടി. അപ്പം എനിക്ക് കിട്ടുന്ന എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇങ്ങനെ നല്ല മൂവ്മെന്റ്, നല്ല ഷോർട്സ്. ജോമോണ്ടി ജോൺ അതിഗംഭീരമായിട്ട് എൻ്റെ കളറിങ് വെച്ച് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഓരോ സീൻ കാണുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവും. ടു ഗുഡ്, നമുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു എക്സൈറ്റ്മെന്റ്. ആ കുട്ടി പുറത്തിറങ്ങി. ചില സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇത് ഓരോ ഷോട്ട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊളിക്കാം തോന്നൂലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ തോന്നിയ സിനിമയാണ്. അപ്പം അങ്ങനെ എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ, ബാക്കിയാർക്കും തോന്നുന്നു കണ്ടില്ല. എനിക്കറിയില്ല എന്താന്ന്. പക്ഷെ ഞാനത് ചെയ്തു, ഞാൻ എക്സൈറ്റഡ് ചെയ്തു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കമ്പോസ് ചെയ്താണ്. അത് തീമായിരുന്നു, ഒരു ലവ് തീമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ലവ് തീം ഇങ്ങനെ ചെയ്തു വരികയാണ്. പല ലവ് തീം ആ സീക്വൻസിൽ സാക്സോഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സ്ഥലം എത്തുമ്പോൾ ഒരു പാട്ട് വരുന്നുണ്ട്, ദാസേട്ടൻ പാടിയ ഒരു പാട്ട് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ആ പാട്ട് ഓൾറെഡി അവിടെ ഉണ്ട് ഒരു പാട്ട്. പെട്ടെന്ന് പൃഥ്വിരാജ് എന്നെ വിളിക്കുകയാണ് ഫോണിൽ. ഗോപി, ആ പാട്ട് ശ്രദ്ധിച്ചായിരുന്നു? ആ ഒരു പാട്ടുണ്ട്, ആ പാട്ട് അവിടെ വർക്കാവുന്നില്ല. നമ്മൾ ദാസേട്ടൻ പാടിയ പാട്ടാണ്, ഇന്ന മ്യൂസിക് ഡയറക്ടർ ചെയ്തതാണ്. അപ്പം അല്ല ആ പാട്ട് വേണ്ട, അതിന് പകരം നമുക്ക് അവിടെ ഒരു വേറൊരു പാട്ട് വരണം. ഓക്കെ, ഞാൻ ടെക്നീഷ്യൻ ആണല്ലോ, മ്യൂസിഷ്യൻ ടെക്നീഷ്യൻ. അപ്പോൾ ആ പടത്തിൽ ആ സമയത്ത് ആ പാട്ട് ഭയങ്കര സ്പീഡ് വൈസ് ഡ്രോപ്പ്, നല്ല പാട്ടാണ് പക്ഷേ സ്പീഡ് വൈസ് കുറച്ച് ഡ്രോപ്പാണ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ടെമ്പോ ആയിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പോൾ അത്ര നേരം വായിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പീസ് എന്ന് പറഞ്ഞത് പാട്ട് വേണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഉടനെ എന്നാൽ അതിൻ്റെ കമ്പോസിഷൻ അടുത്ത് തൊട്ടടുത്ത്
വേറെ ഹമ്മിങ് പാടാൻ വേണ്ടി മക്ബൂൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ 2 ദിവസം മുമ്പ് ഒരു പ്രണയ നൈരാശ്യത്തിൽ ഇരിക്കുന്ന ആളായിരുന്നു. അവൾ എന്നെ ചതിച്ചിട്ട് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ചേട്ടൻ വിളിച്ചോണ്ട് ഞാൻ വന്നാ, എനിക്ക് ചുമ്മാ സത്യം പറയുമ്പോൾ ഉടനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക, എന്തെങ്കിലും എഴുതി വെക്കുമോ ചുമ്മാ എന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നി. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ഒന്നുമല്ല, പുള്ളി വെറുതെ ഇരിക്കുക. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ആളാണ് പുള്ളി. അപ്പോൾ ഞാൻ ട്യൂൺ കൊടുത്തു, അതങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി ചുമ്മാ ഡമ്മി എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞിട്ട് കൊടുത്ത. ആ ഡമ്മി എഴുതി തന്നാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നിൽ പഠിച്ചവൻ. അത് ഞാൻ അദ്ദേഹത്തിന് കൊണ്ട് തന്നെ പാടിക്കുകയും ചെയ്തു. അത് പാടിയ സംഭവം ഏത്? ആ സ്വരങ്ങള് അതില് മ്യൂസിക്കലി സായും പായും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിഷ്യൻ ആലോചിക്കുമ്പോൾ പാ എന്ന് പറഞ്ഞ സ്വരത്തിൽ നിന്നാണ് തുടങ്ങുക. ഞാനത് പഞ്ചമം ഷഡ്ജമാക്കിയിട്ടാണ് പാടിയിരിക്കുന്നത്. ഒരുപാട് എന്നോട് ഈ ഡൗട്ട് വെച്ചിട്ടുണ്ട്, സ്വരം മാറ്റി പാടിയത്. എനിക്ക് സ്വരം സൗണ്ടിങ് അതായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പഞ്ചമം ഷഡ്ജമാക്കി പാടിയതാണ്. സോ അത് ഇതിലൂടെ അറിയിച്ചുള്ളൂ. അയാൾ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായി പാടുകയും ചെയ്തു. മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രണയ നൈരാശ്യം മൂഡ് അതിൽ ശരിക്കും വർക്കായി. ആ വരികളിലും അത് വന്നു. ഈ വരികൾ ഓക്കെ ആണോ എന്ന് പോലും ഞാൻ അന്വേഷിക്കുന്നില്ല അത് ചെയ്യുന്ന സമയത്ത്. 5 മിനിറ്റിൽ ആ പാട്ടുണ്ടാകുന്നത്. അന്ന് വൈകിട്ട് 5 മണിക്ക് ഞാനത് ചാടിച്ചുകൊണ്ടിരുമ്പോൾ കമ്പോസ് ചെയ്ത പാട്ട് ഔട്ട് ഇറക്കുന്നത് 8:30 മണിക്കാണ്. 3 മണിക്കൂറുണ്ട്. ഈ പ്രണയനൈരാശ്യത്തിന് വേറൊരു രീതിയിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ തേച്ചില്ല പെണ്ണെ തേച്ചില്ല പെണ്ണെ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ എന്ന് പറയുന്നത് അത് ശരിക്കും വേറൊരു സാധനമാണ്. അത് ഹരി എഴുതിയതിനെ ഞാൻ കമ്പോസ് ചെയ്ത. ഹരി എനിക്ക് ഫുൾ പാട്ടങ്ങ് എഴുതി തന്നു. ഹരി ഞാൻ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് അറിയാലോ. എന്നാ പിടിച്ചോന്നുണ്ട് ഞാൻ കമ്പോസ് ചെയ്തത്. അതാണ് ആ പാട്ട്. അത് പെട്ടെന്ന് തീരുന്നതല്ലേ? പുള്ളി എനിക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടല്ല ഞാൻ കമ്പോസ് ചെയ്യും. മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ എന്ത് ഇട്ടാലും ഞാൻ കമ്പോസ് ചെയ്യും. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡയലോഗ് കമേഴ്ഷ്യലൊക്കെ ഇപ്പോൾ ഡയലോഗിൽ ചില പോർഷൻസ് നമുക്ക് മ്യൂസിക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആ ഡയലോഗ് നമുക്ക് മാറ്റിയിട്ട് അവിടെ നമുക്ക് 4 വരി ഈ ഡയലോഗ് തന്നെ നമുക്ക് മ്യൂസിക് ആക്കിയാലോ എന്നുകൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ശീലിച്ചിട്ട് എന്ത് വരി കിട്ടിയാലും അപ്പം തന്നെ പാട്ടാക്കും. തേച്ചിലെ പെണ്ണെന്ന് പാട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ ഞാൻ പാടിക്കൊടുത്തു. തേച്ചിലെ തന്നെ തേച്ചിലെ പെണ്ണെ തേപ്പ് വെട്ടി പോലെ വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ പെരുവഴിയായില്ലേ. നമ്മൾ പുലിമുരുകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഇപ്പോൾ മുരുക മുരുക പുലിമുരുക അസാനമാണ് ഇട്ട് ഇങ്ങനെ അടിച്ചൊക്കെ പെരുക്കി കയറ്റി വെച്ചേക്കുക. നമ്മൾ ഇന്നത്തെ പെരുക്കലെന്ന് പറയില്ലേ, ഭീഷ്മയ്ക്ക് ശേഷം നമ്മൾ സുഷിൻ കുറിച്ച് പറയുന്നത് മാതിരി അന്നത് തിയേറ്ററിലിട്ട് പെരുക്കി എടുത്തേക്കുക. അപ്പം ചില സ്ഥലങ്ങളിൽ അത് ലൂപ്പ് അടിച്ചതുപോലെ രണ്ടാമതൊക്കെ വരുന്നുണ്ട്. പക്ഷെ തിയേറ്റർ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഇന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആ സിനിമയിൽ വലുതായിട്ടൊന്നും കാണില്ല നമുക്ക്. പക്ഷെ അന്ന് അത് തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തിയേറ്ററിൽ മൂവിയാണ്. അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ പ്രസൻസ്. ലാലേട്ടൻ മീശ പിരിക്കുന്നു, മടക്കി കുത്തുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടി ഉണർന്നു. നമ്മൾ ആ പർട്ടിക്കുലർ മാസ് ഫോർമാറ്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഞാൻ ചെയ്ത സിനിമകളെല്ലാം ഒന്ന് നോക്കിക്കോളൂ. അതായത് ഇപ്പം എന്നെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നും അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എൻ്റെ കരിയറിൽ.